രാഹുൽ ഗാന്ധി അണുബോംബ് പൊട്ടിച്ചിരിക്കുന്നു. തെളിവ് സഹിതം നിരത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ രാഹുൽ ഗാന്ധി തുറന്നു കാണിച്ചത് ഗുരുതര ക്രമക്കേടുകളാണ്. രാജ്യത്ത് വോട്ട് മോഷണം നടക്കുന്നുണ്ടെന്നും ഹരിയാന തെരഞ്ഞെടുപ്പോടെ അത് വ്യക്തമായി എന്നും രാഹുൽ അടിവരയിട്ട് പറഞ്ഞു. ഡൽഹിയിലെ ഇന്ദിരാഭവനിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. രാഹുലിന് പിന്തുണയുമായി ഇപ്പോൾ എത്തുകയാണ് രാജ്യം മുഴുവനും. ഇപ്പോഴിതാ പാണക്കാട്ടെ പ്രതികരണവും അങ്ങനെ തന്നെ. വോട്ടർ പട്ടിക തന്നെ കൃത്രിമമാണെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യം എന്നാണ് പാണക്കാട് ചോദിച്ചത്. വ്യക്തമായ തെളിവുകൾ നിരത്തിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ആ ആരോപണം ഏറ്റുപിടിച്ച് എല്ലാവരും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ എത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുമായി ചേർന്ന് വോട്ട് മോഷ്ടിക്കുന്നുണ്ടെന്നും വ്യക്തമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇത് പഠിക്കാൻ ടീമിനെ വെച്ചു എന്നും വോട്ടർ പട്ടികയിലെ ഓരോ ചിത്രവും പേരും വിവരങ്ങളും വിശദമായി പരിശോധിച്ചു. സോഫ്റ്റ് കോപ്പി തരാത്തതുകൊണ്ട് കടലാസ് രേഖകൾ പരിശോധിച്ചു. കർണാടകയിൽ പ്രതീക്ഷിച്ചത് 16 സീറ്റുകൾ, കിട്ടിയത് 9 സീറ്റുകൾ. നഷ്ടമായ ഒരു ലോക്സഭാ സീറ്റിലെ ഒരു നിയമസഭാ സീറ്റിനെ കുറിച്ച് കൃത്യമായി പഠിച്ചു. മഹാദേവ്പുര നിയമസഭാ മണ്ഡലം, അവിടെ ലോക്സഭയിൽ BJPയുടെ ഭൂരിപക്ഷം 32,707. ഈ മണ്ഡലത്തിൽ 1,14,046 വോട്ട് BJPക്ക് ഭൂരിപക്ഷമുണ്ട്. ഒറ്റ നിയമസഭാ മണ്ഡലത്തിന്റെ ബലത്തിലാണ് ആ ലോക്സഭാ സീറ്റ് BJP പിടിച്ചത്. 1,250 വോട്ട് അവർ മോഷ്ടിച്ചു. ഒരു വോട്ടറുടെ പേര് 4 ബൂത്തുകളിലുണ്ട്. ഇങ്ങനെ നിരവധി വോട്ടർമാരാണുള്ളത്. ഒരാൾ പല സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിലുണ്ട്. വ്യാജവിലാസങ്ങൾ 40,000-ന് മുകളിലാണ്. പലരുടെയും അച്ഛന്റെ പേര് അക്ഷരങ്ങൾ മാത്രം. പല വീട്ടു നമ്പറുകളും 0. ഒരേ വിലാസത്തിൽ 80 വോട്ടർമാർ. തിരിച്ചറിയൽ ഫോട്ടോകളില്ലാത്ത 4,132 വോട്ടർമാർ. 33,692 വോട്ടർമാർ ഫോം 6 ദുരുപയോഗം ചെയ്തു. ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നവർ നൽകുന്ന ഫോമാണിത്. 70 വയസ്സുള്ള സ്ത്രീക്ക് വരെ ഈ ഫോം നൽകി. ഈ സ്ത്രീ 2 ഇടങ്ങളിൽ വോട്ട് ചെയ്തു. 1,00,000-ലധികം വോട്ടുകൾ ഇത്തരത്തിൽ പല മാർഗങ്ങളിലൂടെ മോഷ്ടിച്ചു. ഇതാണ് രാഹുൽ ഗാന്ധി ഇന്നലെ വ്യക്തവും കൃത്യമായിട്ട് ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത്. ഹരിയാനയിലും അട്ടിമറി ഉണ്ടായെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. 1,00,000 വ്യാജ വോട്ടർമാരാണ് ഉണ്ടായത്. ഭരണഘടനയ്ക്കെതിരെ കുറ്റകൃത്യമാണ് നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 25 സീറ്റുകൾ ജയിച്ച 33,000 വോട്ടുകൾ താഴെ ഭൂരിപക്ഷത്തിലാണ്. മോദിക്ക് അധികാരത്തിലെത്താൻ 25 സീറ്റുകളിലെ അട്ടിമറി വേണ്ടി വന്നു. ഇതുകൊണ്ടാണ് കമ്മീഷൻ ഡിജിറ്റൽ വോട്ടർ റോൾ തരാത്തത്. ഇലക്ട്രോണിക് വോട്ടർ കണക്കുകളും CCTV ദൃശ്യങ്ങളും കമ്മീഷൻ തരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവരും ഈ കൊള്ളയിൽ പങ്കാളികളാണെന്നും രാഹുൽ ഗാന്ധി പറയുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താൻ പറയുന്നത് സത്യമാണെന്ന് അറിയാമെന്നും അവർ തനിക്കെതിരെ നടപടിയെടുക്കില്ല എന്നും രാഹുൽ വെല്ലുവിളിക്കുകയാണ്. രാഹുലിന് പിന്തുണയുമായി എത്തിയ പാണക്കാടിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കൂടി കാണാം. ഇന്നത്തെ പ്രത്യേക സാഹചര്യം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ നേരത്തെ രാഹുൽജി പത്രസമ്മേളനം നടത്തി, അതുപോലെ തന്നെ പാർലമെന്റ് വിഷയങ്ങളൊക്കെ ഉന്നയിച്ചു. വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഗുരുതരമായ കൃത്രിമങ്ങൾ, ആ കൃത്രിമങ്ങൾ ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ കൂട്ടിലടക്കുന്ന ഒരു രീതിയിലുള്ള കയ്യേറ്റാണ് ഇപ്പോൾ വോട്ടർ ലിസ്റ്റിൽ എല്ലായിടത്തും നടന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ അറിവോടെയാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു വസ്തുത. അപ്പോൾ ഇത് എല്ലാ പാർട്ടികളും ഇത് ഗൗരവത്തോടെ എടുത്തുകൊണ്ട് ജനാധിപത്യ രീതിയിൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കണം. ഇന്ത്യ മുന്നണി പാർലമെൻറ്റ് മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ, സമരങ്ങൾക്ക് ഇന്നിപ്പോൾ രൂപം കൊടുത്തിട്ടുണ്ട്. എല്ലാ പാർട്ടികളും അതിൽ പങ്കെടുത്തു. ഇന്നത്തെ മീറ്റിങ്ങിൽ ഇന്ത്യ മുന്നണിയുടെ എല്ലാ കക്ഷികളും അതിൽ സംബന്ധിക്കുകയുണ്ടായി. എല്ലാവരും രാഹുൽ ഗാന്ധി അവിടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. എല്ലാവർക്കും അതിൻ്റെ ഗൗരവം മനസ്സിലായി. അപ്പോൾ അതിന് ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഒറ്റക്കെട്ടായിട്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകണം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടിയാലോചനകളിലേക്ക് അതിലില്ല. ഇന്നത്തെ ഏക അജണ്ട ആയിരുന്നു. ഇന്ന് ഈ ഒരൊറ്റ അജണ്ട മാത്രം, അതിൽ മാത്രം രാഹുൽജി നടത്തിയ പ്രസൻറ്റേഷൻ എല്ലാ കക്ഷികളും കണ്ടു. അത് വിലയിരുത്തി വളരെ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ് ഞങ്ങൾക്ക് ബോധ്യമായി. തങ്ങൾ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന് തന്നെ യാതൊരു അർത്ഥമില്ലാതാവില്ലേ. വോട്ടേഴ്സ് ലിസ്റ്റില്ല എങ്കിൽ കൃത്രിമാണെന്നുണ്ടെങ്കിൽ പിന്നെന്ത് ജനാധിപത്യം? അർത്ഥമില്ലല്ലോ. 13 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇന്ത്യ സഖ്യത്തിന്റെ യോഗം വിളിക്കുന്നത്. എല്ലാ പാർട്ടികളും ആവശ്യപ്പെട്ടതാണ് യോഗം വിളിക്കണം. അല്ലല്ല, രാഹുൽ ഗാന്ധി വളരെ പണിപ്പെട്ട് ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ കൃത്രിമങ്ങൾ നോക്കുകയായിരുന്നു. അത് കൺവിൻസ്ഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. അതാണ് പാർലമെൻറ്റിലും ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിയാക്കാതെ മറ്റെന്ത് പറഞ്ഞിട്ടെന്താ കാര്യം? വോട്ട് ലിസ്റ്റ് ശരിയല്ലെങ്കിൽ ജനങ്ങളുടെ ഹിതം എങ്ങനെ പ്രതിഫലിക്കും? അതാണല്ലോ പ്രശ്നം. Voters list is the issue. Today's agenda was that. We discussed that and Rahulji made a presentation. It was so convincing that each party is going to take it very seriously.